ക്രിയേറ്റ് ചെയ്യോ? അപ്പൊ ഞാൻ ഈ പേജ് 1 എൻ്റെ പേരിലാക്കുക. ഓക്കെ, അതുപോലെ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ലിൻഡയുടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ പോയിട്ട് ജസ്റ്റ് പ്ലസ് നിൽക്കുക, എന്നിട്ട് ലിൻഡ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ എല്ലാവരും ക്രിയേറ്റ് ചെയ്യോ? ഓക്കെ, പേര് മാറ്റണേ. പേജ് 4 പേജ് 3 എന്നുള്ളതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ പേരിടണം. ഇവിടെ എത്ര പേരുണ്ട്? 11 പേര്. ഇവിടെ 7 പേര്. ഞാൻ ഈ ലിങ്ക് നിങ്ങൾ ഒപ്പിക്കാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവും. എഡിറ്റ് ഞാൻ ഈ ഇതിലും കൂടി ഇടാം. ചാറ്റ് ഇത് എന്താ പറയുന്നത്, ഇവിടുത്തെ മീറ്റിലെ ചാറ്റിലും കൂടി ഇട്ടേക്കാം. ബാക്കിയുള്ളവരും കൂടെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇത്രയും പേരുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടൺ പ്രോപ്പർലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു റെക്റ്റാങ്കിൾ വരച്ചു, അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്തു. ബട്ട് അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് എന്താ പറയുന്നത്, ചുമ്മാ ഇതിൻ്റെ നിങ്ങളൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എക്സസൈസ് പോലെ. പിന്നെ നമ്മൾ ഒരു തിയറി പാർട്ടും കൂടെ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് സോൾട്ട് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് അത് പറയണം. ഇത്രയേ ഉള്ളൂ. പിന്നെ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇത്രേ ഇന്ന് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഏകദേശം ലൈക്ക് ഒരു എൻഡായി ലൈക്ക് ബൂട്ട് ക്യാമ്പിൻ്റെ ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റ്സും ഞാൻ എടുത്തു കഴിഞ്ഞു. ഇന്നും കൂടെ കഴിഞ്ഞുവാണെങ്കിൽ പിന്നെ ഒരു സെഷനൊക്കെ മതിയാവും. ഓക്കെ, സോ നമുക്ക് ഇന്ന് തുടങ്ങാം. നിങ്ങളെല്ലാവരും ആദ്യം ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഒരു ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ, അതുപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്യാതെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും നിങ്ങളുടെ സ്വന്തം പേജിൽ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആമിന എന്നെവിടെ? ആമിന എന്നിൻ്റെ പേജിൽ ആമിന എന്നില്ലല്ലോ. ഓക്കെ, വന്നു. ഓക്കെ, കണ്ട് ദേവികയുണ്ട്. ഓക്കെ, എല്ലാവരും 2 റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എൻ്റെ റെക്റ്റാങ്കിൾ എവിടെ? ഓ മൈ ഗോഡ്, എന്താ ഞാൻ വേറെ എവിടെയെങ്കിലും ആണോ വരച്ചത്? അത് എൻ്റെ റെക്റ്റാങ്കിൾ ആരെങ്കിലും എടുത്ത് കളഞ്ഞോ? ഓക്കെ, ലിൻഡയുടെ ഇതിലാണ് ഞാൻ വരച്ചത്. ഓക്കെ. ഇത് രണ്ടും വരച്ചിട്ട് ഇനി നമ്മൾ ഇതിൽ ഒരു ഗ്രേഡിയന്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ലീനിയർ കൊടുക്കാം. ഒരെണ്ണത്തിൽ നമുക്ക് ലീനിയർ കൊടുക്കാം. സോ ഇവിടുത്തെ കളർ മാറ്റാം. കളർ മാറ്റിയിട്ട് ഓക്കെ, കളർ കിടക്കട്ടെ ഇവിടെ. ആൻഡ് ഇത് നമുക്ക് കുറച്ച് യെല്ലോയിഷ് പോലെ ആക്കാം. ഓക്കെ, ഇത് കണ്ടോ, അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലീനിയർ വെച്ച് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരും ഇതുപോലത്തെ ഒരു ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുമോ? എന്തേലും റാൻഡം കളർ ഇട്ടാൽ മതി.
ഓക്കെ, ഇവിടെ ആമിനൈൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. വേറെ ദേവിക എവിടെ? ദേവിക പോയോ? ഓക്കെ, ദേവികനെ കാണാനില്ല. ഓക്കെ, അതര ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, കൃഷ്ണ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ലിൻഡ പോയോ അതോ ഇവിടെ ഉണ്ടോ? ലിൻഡയുടെ ഫുള്ള് ഞാൻ ചെയ്തില്ല കേട്ടോ. ലിൻഡ ഇത് ചെയ്യണം, ഞാനത് ആദ്യം കാണിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. ലിൻഡ പോയോ? ലിൻഡ ഇവിടെ ഉണ്ട്. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരു സോഫ്റ്റ്വെയറിൽ ഇതുപോലെ ഒരുമിച്ചിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു. വേറെ ആരും എൻ്റെ ഫയലിലിരുന്ന് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, അഞ്ജലി RS. ഓക്കെ ഓക്കെ, ചെയ്തോ. അഞ്ജലിയുടെ ഒരു സെപ്പറേറ്റ് പേജ് ക്രിയേറ്റ് ചെയ്യണേ. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് അഞ്ജലി RS അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൽ വർക്ക് ചെയ്യണം. ഓക്കെ, ഈ പേജ് 8ന്റെ പേര് മാറ്റണം. പേജ് മാറ്റമൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് വരും. എന്നിട്ട് അഞ്ജലി RS കൊടുത്താൽ മതി. ഓക്കെ, സോ ഇത് ലീനിയർ ഗ്രേഡിയന്റ് ഇട്ടു. ഇനി നമുക്ക് വേറൊരു ഗ്രേഡിയന്റ് ഇട്ട് നോക്കാം. ഇവിടെ പോയിട്ട് ഞാനൊരു റേഡിയൽ ഗ്രേഡിയന്റ് നോക്കാൻ പോവാം. സോ ഇവിടെ ഞാനൊരു മിന്റിന്റെ ഗ്രേഡിയന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ബ്ലാക്ക് നമുക്ക് മാറ്റിയിട്ട് ഒരു യെല്ലോയിഷ് പോലെ കൊടുക്കാം. അത്ര വിസിബിൾ അല്ല, സോ നമുക്ക് ഇത് മാറ്റിയിട്ട് ഫുള്ളി വൈറ്റ് ആക്കാം. നോക്കി. ഓക്കെ, ബൈ ദ വേ വൈറ്റിന്റെ ഹെക്സ് കോഡ് അറിയാവോ ഗൈസ്? വൈറ്റിന്റെ ഹെക്സ് കോഡ് എന്ന് പറയുന്നത് SSS ആണ്. ഓക്കെ, സോ ലൈക്ക് അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, നമ്മളവിടെ മൂലയ്ക്ക് എത്താൻ നോക്കണ്ട. ഓക്കെ, സോ ഇത് നിങ്ങളെല്ലാവരും ക്രിയേറ്റ് ചെയ്തോ? ഓക്കെ, ഇത് കൊള്ളാം. ഇത് നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാൻ. ഇത് ആരുടെ അല്ലല്ലേ? ഓക്കെ, റേഡിയൽ ചെയ്തിട്ടില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ആക്കി ചുമ്മാ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, ഇതും ഭംഗിയുണ്ട് കാണാൻ. അതൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി. ഓക്കെ, സെറ്റ്. ഓക്കെ ഓക്കെ, ഇതും കൊള്ളാം, ഇത് കൊള്ളാം. ഇതിൻ്റെ പോയി. ഓക്കെ ഓക്കെ അല്ലേ? നിങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇതിൽ ചെയ്തിട്ടില്ലല്ലേ? ഇതാരുടെ? ഭദ്ര. ഓക്കെ ഓക്കെ, മൂവ് ഓൺ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഒരു ബട്ടൺ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകാം. ഓക്കെ, ഞാനൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യും. ആ ബട്ടണിന് നിങ്ങൾ എല്ലാവരും വന്ന് ഓരോ വേരിയൻസ് ആഡ് ചെയ്യണം. ആൻഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ബട്ടൺ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പം നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെയൊക്കെ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ വരച്ചു, എന്നിട്ട് അതിൽ ടെക്സ്റ്റ് കയറ്റി, അങ്ങനെ നമ്മൾ ചെയ്തത്. പക്ഷേ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ആക്ച്വലി ഒരു ടെക്സ്റ്റ് എടുക്കും. ടെക്സ്റ്റ് എടുത്തിട്ട് ബട്ടൺ നെട്ടു. ഓക്കെ, എന്നിട്ട് ഇതിൽ നമ്മൾ ഓട്ടോ ലേഔട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്? Shift+A ഇത് കൊടുക്കുവാണ്. ഓക്കെ, സോ അപ്പോൾ അത് ഫ്രെയിമായി കണ്ടോ. ആൻഡ് ഇതിന് നമുക്കിനി കളർ കൊടുക്കാം. ഇതിന് നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, ഇത് ഫ്രെയിമിൻ്റെ കളറല്ല മാറിയത്. വെയിറ്റ്,
വെയിറ്റ്. തൽക്കാലം നമുക്ക് നമ്മുടെ റെക്റ്റാങ്കിൾ രീതി വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ. ഓക്കെ, ഇതിൽ നമ്മൾ ഇതിൻ്റെ സൈസ് ഇത്ര തന്നെ ഇരുന്നോട്ടെ. ആൻഡ് ഇതിന് നമുക്കൊരു ഇതിൽ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്യാം. ഇത് ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ കളർ നമുക്കൊരു മാറ്റാം. ഞാനൊരു പിങ്ക് ബട്ടണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഞാൻ കുറച്ച് കോർണർ റേഡിയസ് ആഡ് ചെയ്യാണ്. ഓക്കെ, സോ ഇതൊരു ബട്ടണാണ്. ഓക്കെ, ഇനി ഇതിൽ എനിക്ക് വേണമെങ്കിൽ പാഡിങ് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ഓട്ടോ ലേഔട്ട് ആഡ് ചെയ്തില്ലേ? ഓക്കെ, പാഡിങ് ആഡ് ചെയ്യാം. അതൊരു 16 കൊടുക്കാം. ഓക്കെ, വെയിറ്റ്. 16 ഉണ്ട്, 16 ഉണ്ട്. ഇതിൻ്റെ സൈസ് 8 കൊടുക്കാം. ഓക്കെ, ഓക്കെ. ആൻഡ് വെർട്ടിക്കൽ പാഡിങ് 8 കൊടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇതിനെ നമ്മളൊരു കമ്പോണൻ്റ് ആക്കാൻ പോവുക. സോ കമ്പോണൻസിൻ്റെ കാര്യം ഞാൻ ഇന്നലെ കുറച്ച് പറഞ്ഞായിരുന്നു. ഒന്നുമില്ല, ഈ കമ്പോണൻസിന് നമുക്കൊരു പിന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇന്നലെ വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതാണ്. ഇത് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഒരു ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഐക്കൺ വരും, ക്രിയേറ്റ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞ്. അതിൽ പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കമ്പോണൻ്റ് ആയി. ഈ കമ്പോണൻ്റ് നമുക്ക് അസറ്റ്സിൽ പോയാൽ കിട്ടും. ഓക്കെ, സമയം എടുക്കും ലോഡാവാൻ, ബട്ട് അത് വരും. കണ്ടോ, വന്നു. സോ ഈ ഒരു ബട്ടൺ എനിക്ക് എവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും, ഞാൻ ഒരുപാട് സ്ക്രീൻസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിത് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക, ഇൻസേർട്ട് ഇൻസ്റ്റൻസ് കൊടുത്താൽ വരും. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആൻഡ് ഒരു സൈറ്റിൽ ഒരു ടൈപ്പ് ഓഫ് ബട്ടൺ മാത്രമല്ല ഉണ്ടാകുന്നത്, പല പല ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ടാവും. സോ ഇപ്പം ഞാൻ ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഈ ക്രിയേറ്റ് ചെയ്തത് ഇതിൻ്റെ പാഡിങ് കുറച്ച് കുറയ്ക്കാം അല്ലേ? വേണ്ട, 4 മതി. ഇതൊക്കെയാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സ്റ്റെപ്പാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇത് വരും, ആഡ് വേരിയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നെക്സ്റ്റ് വേരിയൻ്റ് വന്നു. ആൻഡ് ഇത് പോവുകയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രോപ്പർട്ടി 1 മാറ്റിയിട്ട് ഇതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിടുക. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇത് ഹവർ ചെയ്യുമ്പോൾ ഉള്ള ബട്ടൺ. ഞാനിത് മാറ്റുക. ഓക്കെ, ഇതിൻ്റെ എന്താ കളർ മാറ്റാം. കളറ് കുറച്ചുകൂടെ ഒരു ഒപ്പേസിറ്റി കുറച്ചിട്ടുള്ളൊരു സാധനം. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാവരും എൻ്റെ പേജിലോട്ട് വന്നിട്ട് ഇതേപോലത്തെ കുറച്ച് വേരിയൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാവോ? ഈ ബട്ടൻ്റെ ഒന്നുമില്ല, എൻ്റെ പേജിൽ വരിക. ഇവിടെ ലേയേഴ്സിൽ പോകണമെങ്കിൽ ആമിന എസ് എന്നും പറഞ്ഞ് നടക്കുന്ന പേജിൽ വന്നിട്ട് ഈ ബട്ടൻ്റെ കുറച്ച് വേരിയൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ചെയ്ത സ്റ്റെപ്പ് അതേപോലെ ഒന്ന് ചെയ്യാവോ? എല്ലാവരും ഇങ്ങോട്ട് പോകാം. ഞാൻ ഒന്നുകൂടി ചെയ്ത് കാണിക്കണമെങ്കിൽ മീറ്റിൻ്റെ ഇടണേ. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം പറയുവാണെങ്കിൽ. ആൻഡ് നിങ്ങളുടെ വേരിയൻറ്റിന് വേണമെങ്കിൽ പേര് മാറ്റിയിട്ട് എന്താ പറയുന്നത്, അഞ്ജലി ഇല്ലെങ്കിൽ ഭദ്രയെന്നോ ഒക്കെ ഇട്ടോ. ഓക്കെ, എന്താണെന്ന് ഒന്നുകൂടി കാണിക്കൂ. ഓക്കെ കാണിക്കാം. ഇപ്പോൾ
ഇതിവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഇത് തൊടണ്ട. ഈ ഫ്രെയിം 1 തൊടണ്ട. നിങ്ങൾ അസറ്റ്സിൽ പോവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ലോക്കൽ കമ്പോണൻസ് എന്ന് പറഞ്ഞൊരു സാധനം കാണാൻ പറ്റും. ആൻഡ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇത് നേരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇത് വരും. ഓക്കെ, ഇത് വന്നിട്ട് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഒരു പർപ്പിൾ ബോർഡർ വരും. എന്നിട്ട് ഇവിടെ ടോപ്പിൽ ഒരു ഐക്കൺ ഉണ്ട്, ക്രിയേറ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അത് പ്രസ് ചെയ്യാം. അപ്പോൾ വെയിറ്റ് സോറി ഇവിടെ ചെയ്യല് സോറി ഇവിടെ തന്നെ ചെയ്യണേ. എന്ത് പറ്റി? ഓക്കെ, ഓക്കെ. തൽക്കാലം നമുക്ക് ഇത് കമ്പോണന്റ് ആയിട്ടില്ല. ഇതെന്താ സംഭവം? ഇതിനെ കമ്പോണന്റ് ആക്കുക ജസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഈ ബട്ടൺ ഇൻസേർട്ട് ചെയ്തിട്ട് കമ്പോണന്റ് ആക്കുക. ഇപ്പോൾ ഇത് ആരുടെ ബട്ടൺ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ആരുടെ ഒരാളുടെ ബട്ടൺ ഞാൻ കമ്പോണന്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരു ബട്ടൺ എടുത്തിട്ട് ഇത് കമ്പോണന്റ് ആക്കുക. ഇത്രയും ചെയ്തോ എല്ലാവരും? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആഡ് വേരിയന്റ് ഇത് വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഒരു വേരിയന്റ് വരും. എന്തോ ആൻഡ് ഈ വേരിയന്റിന്റെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് മാറ്റിയിട്ട് എന്താ പറയുന്നത്, ഇത് മാറ്റി പിന്നെ ടെക്സ്റ്റ് എന്നെങ്കിൽ ടെക്സ്റ്റ് ആക്കാം, സ്റ്റേറ്റ് ആക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാം. ഇത് മാറ്റിയിട്ട് ഹവേർഡ് നിങ്ങൾ ഹവേർഡ് ഇട്ടാൽ മതി. ഹവേർഡാണ് ഒരു സ്റ്റാൻഡേർഡ് സാധനം, ഇതൊരു ബിഗിനർ സംഭവം. ഓക്കെ, ആൻഡ് ഇതിന്റെ പ്രോപ്പർട്ടി നമുക്ക് മാറ്റാം ശരിക്കും പറഞ്ഞാൽ. ലൈക്ക് ഇത് വേറൊരു ബട്ടൺ ആണ്, ബട്ട് ലൈക്ക് സെയിം ബട്ടൺ ആണ് എന്നാലും. ആൻഡ് ഇതിന്റെ കളർ നമുക്ക് മാറ്റാം. പോയിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് കുറച്ചാൽ മതി. സോ ഇപ്പൊ നമുക്ക് 2 ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ട്, ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനിയും പറയണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. ഓക്കെ, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കറക്റ്റാണ്, ഇത് ഓക്കെയാണ്. ഇത് ഞാൻ തന്നെ ചെയ്തതാണെന്നൊന്നുമില്ലേ, ഞാൻ അടുത്ത് കളയാം, കൺഫ്യൂഷൻ ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാമത്തത് നിങ്ങളുടെ പേര് കൊടുക്കാം കേട്ടോ, രണ്ടാമത്തെ വേരിയന്റ്. ആൻഡ് ഇത് ഇപ്പോൾ ഒരു വേരിയന്റ് അല്ല, ഇനി ഇതിന്റെ വേരിയന്റ് ഇനിയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് ഇവിടെ കൊടുത്താൽ ഈ ഫ്രെയിം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നെയും എന്താ വേരിയൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. സോ ഇതിന്റെ ടെക്സ്റ്റ് ഞാൻ മാറ്റിയിട്ട് ഇത് ഓക്കെ, ഇതിന്റെ പ്രോപ്പർട്ടീസ് വേണം പിന്നെ എനിക്ക് മാറ്റാം. പോയിട്ട് ടെക്സ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡറി എന്ന് കൊടുക്കുവാണ്. എന്നിട്ട് എനിക്ക് ഇതിന്റെ ടോട്ടലി കളർ മാറ്റാം. എനിക്കൊരു ഒരു പിങ്ക് ബട്ടൺ വേണം. പിങ്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഞാൻ പിങ്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ റീഡബിലിറ്റി ഇഷ്യൂസ് വരും. പിങ്കും ഇത് തമ്മിൽ കോൺട്രാസ്റ്റ് ഇല്ല, പിങ്കും വൈറ്റും സിമിലർ കളേഴ്സ് ആണ്. അപ്പോൾ അതിന്റെ കളർ ഞാൻ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി. ഓക്കെ അല്ലേ? എല്ലാവരുടെയും ഇവിടെ ഭദ്ര കൺഫ്യൂസ്ഡ് ആണോ?
ഓക്കെ, ഒരാൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. എടാ, ഈ ഡോട്ടഡ് ലൈൻസ് എങ്ങനെയാവുന്നത്? ഓക്കെ, സോറി. ഡോട്ടഡ് ലൈൻസ് വരുന്നത് ഇതാ. ഇപ്പോൾ ഞാനൊരു ബട്ടൺ ഇവിടുന്ന് ഡ്രാഗ് ചെയ്തെടുക്കുക. ഓക്കെ, ഈ ബട്ടൺ ഞാൻ ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഡോട്ടഡ് ലൈൻസ് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി ഒരു കമ്പോണന്റ് അല്ല, സോ ഇത് ഞാൻ ഒരു കമ്പോണന്റ് ആക്കി. ഓക്കെ, കമ്പോണന്റ് ആക്കി കഴിഞ്ഞ് അവിടെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും വേരിയന്റ് വരും. അപ്പോൾ വേരിയന്റ് വന്നാലാണ് അത് ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പോൾ ഇത് വേരിയന്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലത് കമ്പോണന്റ് ആയിട്ടില്ല, ഇത് മാത്രമേ കമ്പോണന്റ് ആയിട്ടുള്ളൂ. ഇതിന്റെ ഇവിടുത്തെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ആഡ് വേരിയന്റ് കൊടുക്കുമ്പോൾ വന്നു. അത് അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓക്കെ, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് ഇനി പറയാം. ഓക്കെ, ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്കിത് ലൈക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ടെക്സ്റ്റ് മാത്രമായിട്ട് സെലക്ട് ആവും. എന്നിട്ട് നമുക്കിത് മാറ്റാം. ഇങ്ങനെ എന്താ, ഞാൻ എന്തെങ്കിലും റാൻഡം ആയിട്ട് ഇടുക. ബട്ട് ഇത് വേറൊരു സാധനമാണ്. ഇപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്തിട്ട് അതവിടെ പോയി. ഇത് കണ്ടോ, ഈ ഒരു ടെക്സ്റ്റിന്റെ ഒരു മെനുവിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആമിന എന്ന് പറഞ്ഞ ഇവിടെ ടെക്സ്റ്റും കാണിക്കുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് ടെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുക. സോ നെയിം ടെക്സ്റ്റ് എന്ന് തന്നെ കൊടുക്കാം, വാല്യൂ ആമിന കൊടുക്കാം, ക്രിയേറ്റ് പ്രോപ്പർട്ടി. സോ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയത്. ഓക്കെ, ആൻഡ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇവിടെ ഉള്ളത് എനിക്ക് വേണം ഇത് പിന്നെ ഇവിടുന്ന് തന്നെ മാറ്റാം. ഇവിടുന്ന് പോയിട്ട് ഞാൻ മാറ്റുവാണ്. എന്തിടും? ഡിസൈൻ ഇടാം. സോ അത് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് മാറും. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ഇത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് മാറ്റിയാലും മതി. ബട്ട് ഇതിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടത് ഇങ്ങനെ ഇരിക്കും. അതാണ് അതിൻ്റെ ഒരു ലൈക്ക് അതൊരു ഓർഗനൈസ്ഡ് വേയിൽ നമുക്ക് ചെയ്യാം, അത്രേ ഉള്ളൂ. ആൻഡ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് എളുപ്പ വഴിയാണ് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് മാറ്റുന്നത്. ബട്ട് ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം, പറഞ്ഞുതരാം. അങ്ങനെ കണ്ടു. ഓക്കെ, ഇത് രണ്ട് നിങ്ങൾ ഫ്രെയിം പ്രത്യേകം ക്രിയേറ്റ് ചെയ്യണ്ട കേട്ടോ. ലൈക്ക് ഈ ഒരു ബട്ടൺ കൊണ്ടുവന്നിട്ട് തന്നെ അതിനെ കമ്പോണന്റ് ആക്കി അതിനെ വേരിയന്റ് ആക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രത്യേകം ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണ്ട. സ്റ്റക്കാണോ? ഒന്നുകൂടെ പറയണോ? ചോദിച്ചോ കേട്ടോ, മൈക്ക് ഓപ്പൺ ആക്കി പറഞ്ഞോ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ. ഒന്നുകൂടി. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഞാൻ അസറ്റ്സിൽ പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഈ ലോക്കൽ കമ്പോണൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ആമിനയുടെയും കാണിക്കുന്നുണ്ട്, ഭദ്രയുടെയും കാണിക്കുന്നുണ്ട്. ഭദ്ര ക്രിയേറ്റ് ചെയ്തതാണിത്. ഓക്കെ, സോ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരുപാട് ബട്ടൺസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. ഇതിപ്പോൾ ഒരു കമ്പോണന്റ് അല്ല, ഇതിൽ ഓട്ടോ ലേഔട്ട് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു കമ്പോണന്റ് അല്ല. ഇത് കണ്ടോ, ഈ ഒരു എന്താ പറയുന്ന ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതൊരു കമ്പോണന്റ് അല്ല. സോ
ഇത് ക്ലിക്ക് ചെയ്യുക ആദ്യം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഇതൊരു കമ്പോണന്റ് ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. കമ്പോണന്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇത് കമ്പോണന്റ് ആയി. ഇനി ഇവിടെ തന്നെ കാണിക്കും ആഡ് വേരിയന്റ്. സോ അത് ക്ലിക്ക് ചെയ്യുക. സോ അപ്പൊ അതിന്റെ വേരിയന്റ് വരും. ഇനി ഈ വേരിയന്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മാറ്റാം. ഇത് ഞാൻ മാറ്റുവാണ്. ഹോവേർഡ് എന്നും പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടി 1 മാറ്റി സ്റ്റേറ്റ് എന്ന് ആഡ് ചെയ്യുവാണ്. ഓക്കെ ഓക്കെ അല്ലേ? ആൻഡ് ഈ ടെക്സ്റ്റ് മാറ്റുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു. ടെക്സ്റ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ആ ടെക്സ്റ്റ് സെലക്ട് ആവും. സോ അപ്പോൾ നമുക്ക് അവിടെ വെച്ച് തന്നെ അത് എന്താ പറയുന്ന എഡിറ്റ് ചെയ്യാം. എന്തിടും? ആമിയാന്നിടാം. ഓക്കെ. ഇല്ലേ നമുക്ക് ഇതൊരു ആൻഡ് ഇതൊരു പ്രോപ്പർട്ടി ആക്കി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രോപ്പർട്ടി ആക്കാനുള്ള ഓപ്ഷൻ പോയി. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിൽ ഡബിൾ ഫ്രെയിംസ് ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഇല്ലേ നമുക്ക് ഇവിടെ നിന്നും മാറ്റാം. കണ്ടോ, ഇത് മാറ്റി. പക്ഷെ മാറും, അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇതിൽ നമുക്കിനി ഐക്കൺസ് ഒക്കെ കയറ്റാം. ഐക്കൺസ് ഒക്കെ ഒരു കമ്പോണന്റ് ആക്കി നമുക്ക് സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കയറ്റാൻ വേണമെങ്കിൽ അത് ഇത് ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് അതും കൂടെ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഇത് തെറ്റാണേ. ഇത് രണ്ടും തെറ്റാണ്. ഇത് ആരുടെയാണ് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇത് രണ്ടും തെറ്റാണ്. ഇങ്ങനല്ല വരേണ്ടത്. ഓക്കെ, നമുക്കൊരു 5 മിനിറ്റ്സും കൂടെ ഇതിലിരിക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ ബാക്കി പോർഷൻസ് കൂടി തീർക്കണം. ഓക്കെ, ഇതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നിങ്ങളിത് എടുത്ത് വെച്ച് ഇപ്പൊ ഇത് തെറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കമ്പോണൻസ് എനിക്ക് ഇവിടെ കാണാൻ പറ്റും. ഉണ്ടോ? ഭദ്രയുടെ കമ്പോണൻസ് എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. ഭദ്ര ചെയ്തൊരു പട്ടൺ എനിക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റും. ബട്ട് ബാക്കി എല്ലാവരുടെ എന്താ കാണിക്കാത്തത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ബാക്കി ആരുടെയും കാണിക്കുന്നില്ല. അത് എൻ്റെ തന്നെയാണോ വരുന്നത്? അതോ ഭദ്രയുടെ പേജിലാണ് ചെയ്തതെന്ന് തോന്നല്ലേ, അതുകൊണ്ടായിരിക്കും അത് അവിടെ അങ്ങനെ വന്നത്. എല്ലാം ഫ്രെയിം ഓൺ പറഞ്ഞാൽ ഓക്കെ, സാരമില്ല. ഓക്കെ ഓക്കെ, എല്ലാവർക്കും ഏകദേശം കുറെ പേർക്കൊക്കെ ഫ്രെയിമിന്റെ ഈ വേരിയൻസ് കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്താൽ മതി. ഈ ഒരു ലൈക്ക് വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണിത്. ഈ ഇന്നലെ വരാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും ഒരു വലിയ വർക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ബട്ടൺസ് പിന്നെയും ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ലൈക്ക് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിടാം. ഏത് സ്റ്റേറ്റാന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അന്ന് ഞാൻ നിങ്ങളെ ഒരു ഡിസൈൻ സിസ്റ്റം കാണിച്ചു തന്നായിരുന്നു. അതിലിതുണ്ടായിരുന്നു. ഇതല്ല, ആൻഡ് വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ലൈക്ക് ഇപ്പൊ ഞാൻ ഇത് മൂന്നും സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇത് മൂന്നും സെലക്ട് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ ഡി അടിക്കുക. ഓക്കെ, കൺട്രോൾ ഡി അടിച്ചപ്പോഴത്തേക്കും ഓക്കെ താഴോട്ട് പോയല്ലേ.
സാരമില്ല, നമുക്ക് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇതിനെ 3നെ ഒന്ന് ചെറുതാക്കാം. ലൈക്ക് ഇതിൻ്റെ തന്നെ ബട്ടൺസിൻ്റെ തന്നെ ചെറിയ വേർഷൻ. ലൈക്ക് ഇതിനൊന്നും ചെയ്യാനില്ല. കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൊടുത്താൽ മതി. ലൈക്ക് പോവാത്തത് ഇതൊരു ഫ്രെയിം ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, വെയിറ്റ്. ഓക്കെ, തല തിരിഞ്ഞു. സാരം. വെയിറ്റ്, ഇതെന്താ സംഭവം? ഓക്കെ, ഇതെന്താ? ഓക്കെ, തല തിരിഞ്ഞു പോയി. എന്നാലും അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇത് പറഞ്ഞുതരാം. ആൻഡ് ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാം, സ്മോൾ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്യാൻ വരില്ല. ഷടാ. ഓക്കെ, ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം ഗൈസ്. ഇത് എന്തോ സീനായിട്ടുണ്ട്, പോയി നോക്കേണ്ടി വരും. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ട് ആ സാധനമുണ്ട് ഡിസൈൻ സിസ്റ്റത്തിൽ. ഇത് കണ്ടോ, എല്ലാ ബട്ടൺസിൻ്റെയും ചെറിയ വേർഷൻ ഉണ്ട്. ആൻഡ് ഇതെല്ലാം കണ്ടോ, ഇവിടെ എസ്എച്ചിൽ പോവാണെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചൂസ് ചെയ്യാൻ പറ്റും. ലോക്കൽ കമ്പോണൻസ്, ഡിസൈൻ സിസ്റ്റം, ഇതെല്ലാം ബട്ടൺസിൽ പോകുമ്പോൾ കണ്ടോ, ബട്ടൺ ലേബൽ, ബട്ടൺ ഐക്കൺ, ബട്ടൺ എല്ലാം ഉണ്ട്. അപ്പം എനിക്ക് അതിൽ നിന്ന് ചുമ്മാ ഇത് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ബട്ടണാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻസേർട്ട് കൊടുക്കുകയാണ്, ഇത് വന്നു. ഇനി എനിക്ക് ഇവിടെ പോയിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി മാറ്റാം. ഇത് ഹവർ ആയപ്പോഴത്തേക്കും ഓക്കെ, കളർ മാറി, നോട്ടീസബിൾ അല്ലായിരുന്നു. പ്രസ്ഡ് ആയപ്പോൾ മാറി, കണ്ടോ. എംഫസിസ് സെക്കൻഡറി ആണെങ്കിൽ മാറി. ഇങ്ങോട്ട് കൊണ്ടുവരാം. സെക്കൻഡറി, ടേർഷ്യറി, ഗോസ്റ്റ്, ഗ്ലാസ് എല്ലാം ഉണ്ട്, കണ്ടോ. സോ ഇതാണ് ഇതിൻ്റെ യൂസ്. ഓക്കെ, ഒറ്റ ബട്ടൺ വെച്ചിട്ട് നമുക്ക് പല പല ബട്ടൺസ് ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഐഡിയയിൽ ഇങ്ങനെയായിരുന്നു വരേണ്ടത്. നമ്മളെല്ലാവരും ഓരോരോ ഫ്രെയിമിലൊക്കെ ചെയ്തുകൊണ്ടാണിത് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള കോൺസെപ്റ്റിലേക്ക് പോവാം. ഇപ്പോൾ കുറച്ച് സമയം നമ്മൾ അധികം സ്പെൻഡ് ചെയ്തതിൽ. ആൻഡ് നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ചുമ്മാ ഇങ്ങനെ ഓരോ വട്ടവും എന്താ റെക്റ്റാങ്കിളൊക്കെ വരച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ പഠിക്കത്തുള്ളൂ. ആദ്യം എല്ലാം ഒന്നും നമ്മൾ അറിയത്തില്ല, പക്ഷെ പതുക്കെ നമുക്ക് കിട്ടും. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഫിഗ്മയിൽ തന്നെ പ്രോട്ടോടൈപ്പിങ്ങിന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം കിടക്കുന്നത് ഡിസൈനിലാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇതിൽ കാണിക്കാം. ഇതിൻ്റെ പേജസ് എവിടെ? ഡിസൈൻ സിസ്റ്റം, സ്ക്രീൻസ് പോയിട്ട് സ്ക്രീൻസിലാണ് എൻ്റെ ആക്ച്വൽ UI കിടക്കുന്നത്. പിന്നെ ഇത് നോക്കുമ്പോഴത്തേക്കും ഇത് ഡിസൈനിൽ കിടക്കുക. ഇത് ഞാൻ പ്രോട്ടോടൈപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ഇവിടെ പോയിന്റ്സ് വരും ഇങ്ങനെ. ഇത് കണ്ടോ, ഈ പ്ലസ്സിന്ന് ഇത് ശരിക്കും ഒന്നുമില്ല, ലൈക്ക് നമ്മുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന കണക്ക്. അപ്പം ഈ പോയിന്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ടൊരു വര കൊടുക്കുവാണ്. അപ്പം വരും ഇത് ഈ സ്ക്രീനിൽ നിന്ന് ഈ സ്ക്രീനിലോട്ട് പോകണമെങ്കിൽ എന്ത് സംഭവിക്കണം. ഇപ്പോൾ ഓൺ ക്ലിക്കാണ് ഇങ്ങോട്ട് പോകുന്നത്. ആൻഡ് ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ് കാര്യങ്ങളാണ്. ലൈക്ക് ഇത് സ്മാർട്ട് ആനിമേറ്റ് കുറച്ച് ഭയങ്കര എന്താ പറയുന്നത്, കുറച്ചധികം അഡ്വാൻസ്ഡ് ആണ്. ബട്ട് ഇതൊന്നും ഒന്നുമില്ല, ഇത് നമ്മുടെ ട്രാൻസിഷൻസ് ഇല്ലേ, അത് തന്നെ. ഇത് മൂവ് ഇൻ മൂവ് ഔട്ട് ആണോ എങ്ങനെ വേണോ എന്നുള്ളത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് എന്താ ഇതെങ്ങനെ വരണം, ഈസി ഇൻ ആൻഡ് ഔട്ട്, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്താൽ അതിൻ്റെ അനിമേഷൻസ് ഇവിടെ കാണിക്കും. ആൻഡ് ഇത് 300 milliseconds തന്നെ വെച്ചാൽ മതി. നിങ്ങൾക്കില്ലേ, നിങ്ങൾ ഇൻ ഡെപ്ത് പ്രോട്ടോടൈപ്പ് പഠിക്കുകയാണെങ്കിൽ
ലൈക്ക് ഇതൊക്കെ മാറ്റി നോക്കാം. നിങ്ങൾക്ക് ഒബ്വിയസ്ലി എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ലൈക്ക് ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, ഇങ്ങനെയാണ് പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്ലസ് ഐക്കണിലേക്ക് അടുത്ത പ്ലസ് ഐക്കണിലേക്ക് കണക്ട് ചെയ്ത് പോകുമ്പോഴാണ് ഓരോ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതിൽ നമുക്ക് മെയിൻ ഇതിൽ PPTസും ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചുകൊണ്ടിരുന്ന PPT എല്ലാം ഇതുപോലെ കണക്റ്റഡ് ആണ്. പ്രോട്ടോടൈപ്പ് കണ്ടോ, ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആൻഡ് നമ്മളിത് ഞെക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ വരും. സോ നിങ്ങൾക്ക് PPT ഉണ്ടാക്കാനും ഇത് ഉപയോഗിക്കാം. ഓക്കെ, സോ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു സിമ്പിൾ കാര്യം പറഞ്ഞു. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2 ആനിമേഷൻസ് പഠിക്കാം എന്തായാലും. ലൈക്ക് ഒരു വെർട്ടിക്കൽ സ്ക്രോളും അതുപോലെ ഒരു സിമ്പിൾ ഹൊറിസോണ്ടൽ സ്ക്രോളും നമുക്ക് ചെയ്യാം. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഓക്കെ ഇതിൽ പ്രസന്റ് ആവുന്നില്ലല്ലേ, ഒരു മിനിറ്റ്. ഒരു ലൈക്ക് ഡിസൈനിൽ തന്നെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് ഒരു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ലൈക്ക് ജസോൾട്ട് പ്രിൻസിപ്പിൾസ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ ഇതിൽ ഭയങ്കരമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് കുറച്ച്. ലൈക്ക് ഇത് ഒബ്വിയസ്ലി കുറച്ച് ഇങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് തോന്നും, ലൈക്ക് മനസ്സിലാവാൻ കുറച്ച് പാടാണ്. ബട്ട് ഇതിൽ ഈ ഒരു ആർട്ടിക്കിൾ ഞാൻ നിങ്ങൾക്ക് ചുമ്മാ അയച്ചു തരാണെങ്കിൽ നിങ്ങൾ നോക്കൂല. ബട്ട് ഇത് നല്ലൊരു ആർട്ടിക്കിളാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചത്. ഈ ഇതിൽ 11 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ബട്ട് എല്ലാവരും ലൈക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 5. ആദ്യത്തെ 5 എല്ലാവരും പറയുന്നത്. അപ്പം നമുക്കെല്ലാം നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് ഫിഗർ ഗ്രൗണ്ട് പ്രിൻസിപ്പിൾ. ഒന്നുമില്ല, ആൾക്കാരൊരു ഇൻ്റർഫേസോ ഇല്ലെങ്കിൽ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ നോക്കുമ്പം അതിൽ അവർ 2 സെഗ്മെൻറ്റേഷൻ ആയിരിക്കും കാണുന്നത്. ഒന്ന് ബാക്ക്ഗ്രൗണ്ടും ഒന്ന് ഫോർഗ്രൗണ്ടും. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ 2 ഫേസസ് കാണും, ചില ആൾക്കാർ ഒരു വേസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, സോ അതാണ് അതിൻ്റെ ഒരു ബേസിക്കലി ഒരു ജസ്റ്റ്. ആൻഡ് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് 2 കാര്യങ്ങൾ അതായത് കൺവേ ചെയ്യാം. ഒരു റെപ്രസെൻറ്റേഷൻ കൊണ്ട് തന്നെ 2 കാര്യങ്ങൾ കൺവേ ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആണ് ഇത്. കണ്ടോ, ഈ ഒരു ഫെഡെക്സിൻ്റെ ലോഗോ. ഇതിൽ ജസ്റ്റ് ഫെഡെക്സ് എന്ന് എഴുതിയിട്ടേ ഉള്ളൂ, ബട്ട് ഇവിടെ ഒരു ആരോ വരുന്നുണ്ട്. കണ്ടോ, ഇത് ചില ആൾക്കാരെ കാണത്തുള്ളൂ, ചില ആൾക്കാർ ഫെഡെക്സ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. സോ അതാണ് എന്താ പറയുന്നത്, ഇതിൽ നമുക്ക് ഫെഡെക്സ് ഒരു കൊറിയർ കമ്പനിയാണ്. സോ ലൈക്ക് അവരുടെ ഒരു ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പൽ പോലെ, അതായത് സ്പീഡി മോഷൻ അങ്ങനത്തെ കാര്യം. ഓക്കെ, സോ ലോഗോ ഡിസൈനിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് അത്. ആൻഡ് ഇത് ഞാൻ അന്നൊരു ബാഡ് വെബ്സൈറ്റ് കാര്യം കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്നും പറഞ്ഞിട്ട്. പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ലൈക്ക് അടുപ്പം, എത്ര അടുപ്പമുണ്ട് ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് തമ്മിൽ. അപ്പോൾ നമ്മൾ ഒരു കുറച്ച് അടുത്തിരിക്കുന്ന എലമെൻറ്റ്സിനെ നമ്മൾ എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ പെർസീവ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ഒറ്റയാണ്, ഇതെല്ലാം ഒറ്റയാണെന്ന് നമ്മൾ, പക്ഷേ ഈ ഒരു ഇമേജിൽ ഇതെല്ലാം ഒറ്റയാണ്, ഇത് 3ആയിട്ടേ നമ്മൾ നോക്കത്തുള്ളൂ. ബട്ട് ഇതിൽ ഇത് ഒറ്റയായിട്ടേ നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ളൂ. സോ അങ്ങനെ ലൈക്ക് കേൾക്കുമ്പോൾ സിമ്പിളാണ്, എന്നാലും ലൈക്ക് ഇത് നമ്മൾ ഓരോ ലോഗോസിലും കാര്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഇതേപോലെ ഐക്കൺസ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കുമാണ് ലൈക്ക് അത് ഉപയോഗം വരുന്നത്, യൂസ് വരുന്നത്, ആൻഡ് അപ്ലിക്കേഷൻ വരുന്നത്. ആൻഡ് ലൈക്ക് ഞാൻ അന്നിരുന്ന് അതിൽ തെറ്റെന്താന്നൊക്കെ പറഞ്ഞു, ബട്ട് നിങ്ങൾക്ക് ആ വാക്കുകളൊന്നും കിട്ടാത്തതിൻ്റെ, അല്ലെങ്കിൽ അത് ലൈക്ക് നിങ്ങൾക്ക് അത് ഫിഗർ ഔട്ട് ചെയ്യണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് അറിയണമെങ്കിലും ലൈക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, സോ നിങ്ങൾ ഐക്കൺസ് ഒക്കെ സിമിലർ ഐക്കൺസ് വെക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഗ്രൂപ്പ് ചെയ്ത് വെക്കണം, അതാണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. സോ ഇത് കണ്ടോ, ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അങ്ങനെ പിന്നെ അടുത്തതാണ് പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി. ആൻഡ് ഇതും ഏകദേശം ഒരുപോലെയാണ്, ബട്ട് ഇതിലൊരു ഡിഫറൻസ് ഉള്ളത്, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്ന്, ഇതെല്ലാം ഒന്ന്, അങ്ങനെ നമ്മൾ പെർസീവ് ചെയ്തിട്ടുള്ളൂ. സോ ഇത് അപ്ലിക്കബിൾ ആവുന്നത് നാവിഗേഷൻ മെനുവിലാണ് വരുന്നത്. സോ എന്താ പറയുന്നത്, ഇത് കണ്ടോ, ഇത് 3ഉം ബ്ലൂയിലാണ് കൊടുത്തേക്കുന്നത്, ആൻഡ് ഇതെല്ലാം ഒരു ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം വെബ്സൈറ്റിലേക്കുള്ളതാണ്, ബട്ട് ഇത് 3ഉം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിലേക്ക് റീഡയറക്റ്റ് ആവും. അങ്ങനെ
മനസ്സിലായോ? ലൈക്ക് ഇത് രണ്ടും ഡിഫറെന്റ് ഫങ്ഷൻ ആണ്. സോ അത് നമ്മൾ സബ് കോൺഷ്യസ്ലി നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അതായത് ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് ഒരു സാധനം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളത് സെയിം ആണെന്ന് വിചാരിക്കും. സോ ഈ ഒരു ഇമേജ് കണ്ടോ? ഈ ഒരു ഇമേജിൽ നമ്മളിത് രണ്ട് ക്രോസ് ഓവർ ലൈൻസ് ആയിട്ട് നമ്മളിത് വിചാരിക്കത്തുള്ളൂ. ലൈക്ക് ഇതിൽ ആക്ച്വലി വേണമെങ്കിൽ 4 ലൈൻസ് ഒന്ന് ഇന്റർസെക്ട് ചെയ്യാന്ന് പറയാം. ബട്ട് നമ്മളിത് പെർസീവ് ചെയ്യുന്നത് 2 ലൈൻ വന്നു എന്താ പറയുന്നത് ക്രോസ് ഓവർ പോവാന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അങ്ങനെ. ഓക്കെ. ആൻഡ് ഇത് ബേസിക്കലി ഇതിന്റെ ആപ്ലിക്കേഷൻ പറഞ്ഞേക്കുന്നത് പ്രിൻട്രസ്റ്റ് ആണ്. നമ്മൾ കുറെ പേര് ഗേൾസ് ഒക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്ന ആപ്പായിരിക്കും. ഇതിലവർ പറഞ്ഞേക്കുന്നത് ഇത് കണ്ടോ, ഇത് ഓരോ ഇമേജും ഓരോ സൈസാണ്. ചിലത് എന്താ പറയുക 9:16 റേഷ്യോ, ചിലത് 1:1 റേഷ്യോയിലൊക്കെ കിടക്കുന്നത്. പക്ഷെ എല്ലാത്തിലും ഈ പാഡിങ് സെയിം ആണ്. കണ്ടോ, ഇവിടുത്തെ നെഗറ്റീവ് സ്പേസ് സിമിലർ ആണ്. സോ ഈ ഒരു വേർട്ടിക്കൽ എന്താ പറയുന്നത്, ഒരു വേർട്ടിക്കൽ ഹാർമണി പോലെ ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും എന്നാണ് പറയുന്നത്. സോ ഈ പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത്. പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ ഇതൊന്നുമില്ല. എന്താ പറയുന്നത്, ക്ലോസ് ആയിട്ടിരിക്കുന്നതിന്റെ ഇല്ലെങ്കിൽ ഒരു മുറിഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ബാക്കി നമ്മൾ തന്നെത്താനെ ഇമാജിൻ ചെയ്തെടുക്കുന്ന പറയുന്നത് അതല്ലേ മിസ്സിംഗ് പാർട്സ്. അതായത് മിസ്സിംഗ് പാർട്സ് ഉണ്ട്, നമ്മുടെ ബ്രെയിൻ അത് ഫില്ല് ചെയ്യും. ഇതിന്റെ ഒരു എന്താ പറയുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ലോഗോ. ഈ ലോഗോയിൽ ശരിക്കും പീകോക്ക് ഇല്ല. ഇതിന്റെ കളർ നെഗറ്റീവ് സ്പേസ് ആണ് ഇത് ശരിക്കും. ബട്ട് നമ്മളതൊരു പീകോക്ക് ആയിട്ടാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ ഇത് IBMന്റെ ലോഗോ. IBMന്റെ ലോഗോയിൽ കുറെ അധികം നെഗറ്റീവ് സ്പേസ് ഉണ്ട്. ബട്ട് നമ്മൾ അത് IBM തന്നെ വായിക്കുന്നുണ്ട്. സോ അങ്ങനെ. ഓക്കെ. ഇനിയുള്ളതൊക്കെ ലൈക്ക് ഇത് ലൈക്ക് വേണമെങ്കിൽ ഇത് അത്ര ടോക്ഡ് അബൌട്ട് അല്ല. ഫസ്റ്റ് 5 ആണ് എല്ലാവരും പറയുന്നത്. ആൻഡ് ഇതൊന്നുമില്ല, സിംപ്ലിസിറ്റി. ഈ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കോംപ്ലക്സ് ഷേപ്പിനെ നമ്മൾ പെർസീവ് ചെയ്യുന്നത് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഇതിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് നമ്മൾ പറയാൻ പോകുന്നത് ഇതൊരു സർക്കിൾ ആണ്, ട്രയാങ്കിൾ ആണ്, സ്ക്വയർ ആണ്. ബട്ട് ആക്ച്വലി ഇത് ഒറ്റ ഷേപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ലൈക്ക് ഇതിന് പേരില്ലാത്തൊരു ഷേപ്പാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ് ഈ ഒളിമ്പിക്സിന്റെ ലോഗോ. അതായത് ഇത് നമ്മളെപ്പോഴും 5 സർക്കിൾ ആണേ പറയത്തുള്ളൂ. ബട്ട് ഇതെല്ലാം കൂടെ ഒരു ഒറ്റ ഷേപ്പാണെന്ന് വേണേൽ പറയാം. അങ്ങനെ. ഓക്കെ, 10 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. ഇതൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത് ഒരു കണക്ട് ചെയ്യുന്നത് നമുക്ക് പ്രോസസ്സിനെ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാത്രേ ഉള്ളൂ. ലൈക്ക് നമ്മളൊരു ഫ്ലോ ഡയഗ്രാം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇങ്ങനത്തെ കണക്ട് ചെയ്ത് വെക്കത്തില്ലേ, അത്രേ ഉള്ളൂ അത്. ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെല്ലാം ചെയ്തത് ഏകദേശം സ്റ്റാറ്റിക് ആണ്. അതിൻ്റെ അകത്ത് മോഷൻ ഒന്നുമില്ല, അത് മൂവ് ചെയ്യുന്നൊന്നുമില്ല. സോ ഇപ്പൊ നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വിഗ്ഗിയൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആനിമേഷൻസ് അതിൻ്റെ അകത്ത് കാണാം. സോ ഒരേപോലെ മൂവ് ചെയ്യുന്നതെല്ലാം ഒരേ സിമിലർ എലമെന്റ്സ് ആയിട്ട് പെർസീവ് ആയിപ്പെടും. അതാണ് ഇതിന്റെ ഒരു എന്താ പറയുന്നത് ജസ്റ്റ്. ഓക്കെ. ആൻഡ് പാരലിസം എന്ന് പറഞ്ഞാൽ എന്താ, ഈ പാരലായിട്ട് കിടക്കുന്ന എലമെന്റ്സ് എല്ലാം സിമിലർ ആണെന്ന് നമ്മൾ പെർസീവ് ചെയ്യും. സീൻ ആസ് മോർ റിലേറ്റഡ് ആണെന്ന് നമ്മൾ പെർസീവ് ചെയ്യും. സോ നോൺ പാരലൽ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആണെന്ന് നമുക്ക് തോന്നത്തില്ല. ആൻഡ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. ലൈക്ക് ഇതെല്ലാം പാരലായിട്ടാണ് വെച്ചേക്കുന്നത്. സോ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതെല്ലാം ഏകദേശം ഒരേ പ്രോഡക്റ്റ് കാറ്റഗറി ആണെന്ന് തോന്നും. ഇതെല്ലാം സൂട്ട് കേസ് ആണ്. ബട്ട് ഇവിടെ ഇത് പാരലൽ അല്ല. ആൻഡ് ഇത് ഇവിടെ മനഃപൂർവ്വം കൊടുത്തേക്കുന്നത് കാരണം ഈ ഓരോ സ്പേസും ഇത് ഒരു ട്രാവൽ വെബ്സൈറ്റ് ആയത്. ഇപ്പം ഇത് ഗ്രീസ് ആണ്, ഇത് വേറെ എവിടെയോ ആണ്. സോ അത് അവിടെ അവർക്ക് ഗ്രീസ് അല്ല, ഇത് ജോധ്പൂർ ആണ് ഗൈസ്. ഓക്കെ. അപ്പൊ അത് അവർക്ക് മനസ്സിലാവണം, ജോധ്പൂറും അതുപോലെ പോർട്ട്ലൻഡും വേറെ വേറെ ആണെന്നുള്ളത് നമുക്ക് യൂസേഴ്സിന്റെ അടുത്ത് മനസ്സിലായിക്കണം. സോ അത് ചിലപ്പോൾ ഫോട്ടോസ് സിമിലർ ആവാം, ലൈക്ക് ഒരുപോലത്തെ സ്ഥലങ്ങളാവാം.
സോ ഇതൊക്കെ നമ്മൾ സബ് കോൺഷ്യസ്ലി അവരുടെ മനസ്സിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇത് ഞാൻ കോൺട്രാസ്റ്റ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു. ഇത് ഇങ്ങനത്തെ പ്രിൻസിപ്പിളായിട്ടല്ല പറഞ്ഞു, ഈ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു, പ്രിൻസിപ്പിൾ ഓഫ് ഫോക്കൽ പോയിന്റ്സ്. അതായത് ഒരു കോൺട്രാസ്റ്റ് ഉള്ള എലമെന്റ്, അതായത് ഇപ്പൊ കണ്ടോ, ഇത് ഭയങ്കരമായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്യും. പച്ച കളറും ഒരു ചതുരവും ആയപ്പോഴത്തേക്കും നമ്മൾ ഇതിനെ നോട്ടീസ് ചെയ്യും. ഒരു സാധാ സർക്കിളിനെ കാട്ടിയും നമ്മൾ ഈ ഒരു ചതുരത്തിനെ ആയിരിക്കും നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെ സോ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ബട്ടൺസിനെ നോട്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഒരു ഫോം ആണ്, ബട്ട് ഈ ഒരു എന്താ പറയുന്നത്, ഇതിന്റെ കളർ മാറ്റിയോണ്ട് നമ്മളിത്, ബട്ട് ഇതൊരു ഒരു ആപ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ അല്ല അല്ലേ, കാരണം ഇത് ഉള്ളതാണ് കാരണം. ബട്ട് ഇത് മാത്രമായിരുന്നെങ്കിൽ, ഈ ഒരു പാട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഇത് രണ്ടും സിമിലർ ആണ്, ബട്ട് ഇത് ഡിഫറെന്റ് ആണ്. ആൻഡ് ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൂടുതൽ പോകും. കാരണം എന്താ പറയുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ വെബ്സൈറ്റിൽ എല്ലാവരും വന്ന് ട്രയൽ ചെയ്ത് നോക്കണം, എന്നാലേ നമ്മൾ യൂസേഴ്സ് കൂടത്തുള്ളൂ. അങ്ങനെ. ഓക്കെ. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. UX-ലും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രിൻസിപ്പിൾ ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് നമ്മൾ കുറേ ആപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ഒരു എന്താ പറയുന്നത്, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും സംഭവിക്കും, ഇല്ല ഞാൻ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇത് മേളിലോട്ട് പോകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അതൊന്നും നമ്മൾ ബ്രേക്ക് ചെയ്യരുത്. അത് ബ്രേക്ക് ചെയ്യാതെ തന്നെ നമ്മൾ നമ്മുടെ ആപ്പ് ഡിസൈൻ ചെയ്യണം. ഓക്കെ, പുതുമയൊക്കെ കൊണ്ടുവരാം, ബട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ലൈക്ക് ആ ഒരു ലേൺഡ് ബിഹേവിയേഴ്സ്, ഇല്ലെങ്കിൽ ഒരു ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയും. എല്ലാ ആപ്പിലും വെബ്സൈറ്റിലും കുറെ ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ യൂസേഴ്സ് കൺഫ്യൂസ്ഡ് ആവും, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. ആൻഡ് അവർക്ക് ഫ്രസ്ട്രേഷൻ തോന്നിയാൽ നമ്മുടെ ആപ്പും വെബിലും ഒന്നും അവർ നിൽക്കൂല, അവർ ഇട്ടിട്ട് പോകും. ഓക്കെ, അതാണ് ബേസിക്കലി ഈ ഒരു പ്രിൻസിപ്പിൾ. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനതൊന്ന് നിങ്ങളിതൊന്ന് വായിക്കും, ഞാൻ ലിസ്റ്റിൽ ആപ്പ് ഒന്ന് കുത്തട്ടെ. ഓക്കെ, സോ ഇതൊരു വാക്കാണ്, വിഷ്വൽ റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ് എന്നും പറഞ്ഞൊരു വാക്കുണ്ട്. ഒന്നുമില്ല, നമ്മുടെ ഈ ഫോണിൽ ഉപയോഗിക്കുന്ന സ്ഥലമില്ലേ, ഇതിനാണ് ആ വാക്ക് പറയുന്നത്. ഇത് ലൈക്ക് നമ്മുടെ ഫോണിൽ കാണുന്നതും യൂസ് ചെയ്യാനുള്ള ആ സ്പേസിനെ പറയുന്നതാണ് വിഷ്വൽ റിയൽ എസ്റ്റേറ്റ്. ഓക്കെ, ഇത് നിങ്ങളൊരു ലൈക്ക് കുറച്ചുകൂടെ ഹൈ എൻഡ് ആയിട്ടുള്ള ഡിസൈനേഴ്സ് ഒക്കെ ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് കേൾക്കാം, ലൈക്ക് ഡിജിറ്റൽ റിയൽ എസ്റ്റേറ്റ്, വിഷ്വൽ റിയൽ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ഇത്രയുള്ളെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വീക്കസ്റ്റ് ജിസ്റ്റോൾ പ്രിൻസിപ്പിൾ ആണെന്നാണ് പറയുന്നത്, ബട്ട് ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എൻഡ് ചെയ്യാം, ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ചോദിച്ചോ, ചാറ്റിലോ ഇല്ലെങ്കിൽ മീറ്റിലോ, എങ്ങനെയാന്ന് വെച്ചാൽ ഇട്ടോ. ഓക്കെ, അസിൻ എന്ത് ചെയ്യാം? ഓക്കെ.